പണ്ഡിതന്മാര് ജനങ്ങളെ നയിക്കേണ്ടത് ഭിന്നതകളിലേക്കല്ല, ജനങ്ങളെ നയിക്കേണ്ടത് പരസ്പരം കുറ്റം പറയാനല്ല, പരസ്പരം നിന്ദിക്കാനല്ല. പണ്ഡിതന്മാര് നയിക്കേണ്ടത് ഇൽമിനെ ബഹുമാനിക്കുന്നതിലേക്കാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നതിലേക്കാണ്. ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് ഇന്നത്തെ സിറാജ് ദിനപത്രത്തിൽ ഇന്ന് കൊടുത്തതായി നിങ്ങൾക്ക് കാണാം. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, മൂപ്പളിമ പറഞ്ഞുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത്, മറിച്ച് ഈ ഉമ്മത്തിന് ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് നേതൃത്വം കൊടുക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചെയ്യേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വല്ലാതെ സൂക്ഷിച്ചുകൊണ്ട് ദീൻ പറഞ്ഞ ആളാണ്, യാതൊരു സംശയവും ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അങ്ങനെ തന്നെയാണ്. അശ്ശാഫിഈ വ മാലികും വന്നുഅ്മാൻ വഅഹ്മദു ബിനു ഹംബലിൻ വസൂഫിയാൻ വഗൈറുഹും മിൻ സായിരിൽ അയിമ്മ അലാ ഹുദൻ വൽ ഇഖ്തിലാഫു റഹ്മ. അവരിവിടെ പഠിപ്പിച്ച ദീൻ അത് നിലനിർത്തുകയാണ്. അതിനുവേണ്ടിയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, ആ ഇമാമിയങ്ങളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അറിയില്ലേ നിങ്ങൾക്ക്? സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം, 2 കൈയും പൊക്കിയിട്ട് ഖുനൂത്ത് ഓതണം. കൈ പൊക്കുമ്പോ ഖുനൂത്ത് ഓതുന്ന സമയത്തും ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ചുമലിന് നേരെ കൈ നിവർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൈ പൊക്കേണ്ടത്. പലരും മടിയിൽ ഇങ്ങനെ വെച്ച് ആമീൻ പറയുന്നൊരു സ്വഭാവമുണ്ട്, അത് ശരിയായ സ്വഭാവം അല്ല. ഇതേപോലെ കൈ 2 കൂട്ടിപ്പിടിച്ചുകൊണ്ട് സുജൂദിന്റെ സ്ഥാനത്ത് നോക്കാൻ അപ്പൊ പിന്നെ കഴിയില്ല, ഈ കൈയിലേക്ക് നോക്കിയാൽ മതി ഖുനൂത്ത് ഓതുമ്പോൾ എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. കൂട്ടിപ്പിടിക്കാതെ 2 ഭാഗത്തായി ഇങ്ങനെയും പിടിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ സുജൂദിന്റെ സ്ഥലത്ത് നോക്കുന്നതിന് പ്രശ്നവും ഇല്ലല്ലോ, കുഴപ്പമില്ല. ഏതായിരുന്നാലും കൈ പൊക്കി പിടിക്കണം, അങ്ങനെയാണ് ഖുനൂത്ത് ഓതുന്നത്. അങ്ങനെ കൈ പൊക്കി പിടിക്കുക എന്നത് നിസ്കാരത്തിൽ വെറുതെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണോ? അല്ല, അതൊരു സുന്നത്തായത് കൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് കൈ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മളോട് ഖുനൂത്ത് ഓതാൻ പറഞ്ഞത്. എന്നാൽ ആ ഖുനൂത്തെങ്ങാനും മറന്നുപോയാലോ, ശാഫിഈ മദ്ഹബിൽ 2 സുജൂദ് ചെയ്യണം ലാസ്റ്റ്. സുബ്ഹാനല്ലാഹ്, വെറുതെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോവില്ലേ? നിസ്കാരത്തിൽ ഇല്ലാത്ത സുജൂദ് ചെയ്യാൻ പറ്റും. അപ്പൊ നിസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്താണെന്നും അതിപ്രധാനമായ സുന്നത്താണെന്നും അത് ഒഴിഞ്ഞു പോയാൽ സുജൂദ് വേണമെന്നും പഠിപ്പിക്കുന്ന മദ്ഹബാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150-ലാണ് ജനിക്കുന്നത്. ആ കൊല്ലത്തിലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഖുനൂത്ത്, സുബിയിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തില്ല എന്ന് പറയുന്ന മദ്ഹബാണ്. അവർക്ക് വിത്റിലാണ് ഖുനൂത്ത് സുന്നത്തുള്ളത്. അതേ സമയത്ത് മഹാനവറുകൾക്ക് അങ്ങനെ ഒരു ഖുനൂത്ത് സുന്നത്തില്ല. അവിടുത്തെ മദ്ഹബുകാർ അങ്ങനെ ഒരു ഖുനൂത്ത് ഓതാറുമില്ല. പക്ഷേ വീക്ഷണ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി വ്യക്തിപരമായ ബഹുമാനത്തിന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു കുറവും വരുത്തിയില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്തിന് പോവുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നത് നമ്മളെ ഇമാമിങ്ങളാണ്. വീക്ഷണ വ്യത്യാസമുണ്ട്. അനുയായികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഖുനൂത്ത് ഓതിയേ പറ്റൂ, ഖുനൂത്ത് വിട്ടുപോയാൽ 2 സുജൂദ് ചെയ്യണേ എന്ന് പറയുന്നതോടുകൂടി മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. സിയാറത്ത് ചെയ്തു എന്ന് മാത്രമല്ല, അന്നത്തെ സുബിയിൽ ഖുനൂത്ത് ഓതാതിരിക്കുകയാണ്. അതേ, അത്രയും ആദരവ് അബൂ ഹനീഫ തങ്ങളോട് കാണിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് വരെ ആ ചരിത്രം മുസ്ലിം ലോകം പഠിച്ചതല്ലേ, അനുവർത്തിച്ചതല്ലേ.
അതിന്റെ പേരിൽ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തെറ്റ് തിരുത്തി വന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, പറയുകയില്ലല്ലോ. ദീനുൽ ഇസ്ലാം എന്താണെന്ന് പഠിച്ചുകൊണ്ട്, അദബ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകുന്നവരാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അദബോടെ ഗുരുത്വത്തോടെ അതേ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു. ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൃത്യമായി പഠിച്ച് ആ നിയമമനുസരിച്ച് മുസ്ലിം ഉമ്മത്തിനെ കഴിവിന്റെ പരമാവധി യോജിപ്പിച്ചുകൊണ്ട്, കഴിവിന്റെ പരമാവധി ഐക്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ അധ്വാനിച്ചവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ. പക്ഷേ അവർക്കൊരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് നിയമപരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമ മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെ പ്രസിഡന്റാക്കി അതിന്റെ കൃത്യമായ നിലക്ക് നമ്മുടെ ഈ മഹത്തായ സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനു മുമ്പ് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വൈസ് പ്രസിഡന്റായി. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളാണ് യഥാർത്ഥത്തിൽ സമസ്തയെ നിലനിർത്താൻ വല്ലാതെ ബുദ്ധിമുട്ടിയതും ഒരുപാട് നിയമക്കുരുക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജനങ്ങളുടെ ആരോപണങ്ങൾ പലതും കേട്ട് അതൊന്നും ഒരു അല്പവും വിലവെക്കാതെ ധീരമായി ഈ സംഘടനയെ നയിച്ചത് AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ അവറുകളാണ്. അൽഹംദുലില്ലാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 60 വർഷം മുമ്പ് അതേ അംഗീകരിച്ച്, ഈ കാസർഗോഡ് നിന്ന് അംഗീകരിച്ച നമ്മുടെ പതാകയും വഹിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അവറുകളും സെക്രട്ടറി പൊന്മള ഉസ്താദ് അവറുകളും അതേ ആ പതാക ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളുടെ മഖ്ബറയിൽ കൊണ്ടുപോയി അവിടെ സിയാറത്ത് ചെയ്ത്, അതുപോലെ മറ്റൊരു വലിയ പണ്ഡിതനും സമസ്തയുടെ ഒരുപാട് കാലം പിന്നീട് പ്രസിഡന്റായ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ പിന്നീട് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതിന്റെ ശേഷം പ്രസിഡന്റായ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരും അവരുടെ ഖബറിന്റെ അടുക്കലും പോയി സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മഖ്ബറയിലേക്ക് ആ കൊടിയുമായി നമ്മുടെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവറുകളും അതുപോലെ അലവി സഖാഫി അവറുകളുമൊക്കെ ഇന്നലെ എത്തിച്ചേർന്നത്. അവിടെ നിന്നും സിയാറത്ത് ചെയ്ത് പിന്നീട് നൂറുൽ ഉലമായുടെ അടുക്കൽ കൊണ്ടുവന്ന് അവിടെയും സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുത്തുകൊണ്ടാണ് ഇന്ന് ആ മഹത്തായ പതാക മാലിക് ബിൻ ദീനാർ മസ്ജിദിന്റെ സമീപത്ത് നിന്ന് നമ്മുടെ ഈ നഗരിയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളന സ്മരണികയിൽ ഒരു സ്ഥലത്ത് പ്രത്യേകം പെട്ടിക്കോളം കൊടുത്തുകൊണ്ട് പ്രസിഡന്റുമാര്, സെക്രട്ടറിമാർ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിക്കോളത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സമസ്തയുടെ പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞിട്ട് PK അഹമ്മദ് മീരാൻ മുസ്ലിയാർ, ആ PK മീരാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയൊരു മഹാപണ്ഡിതനാണ്, കാവന്നൂരിനടുത്തുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ആദ്യം സമസ്ത എന്ന പേര് വരുന്നതിന് മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രസിഡന്റായിരുന്നു. ഇരിക്കട്ടെ, ശേഷം വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മൂന്നാമതായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കാണാം, നാലാമതായി അബ്ദുൽ ബാരി മുസ്ലിയാർ അവറുകളെ കാണാം, അഞ്ചാമതായി സദഖത്തുള്ള മുസ്ലിയാർ അവറുകളെ കാണാം, ആറാമതായി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സദഖത്തുള്ള മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ്
മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ സമസ്തയുടെ പ്രസിഡന്റ് ആകുന്നത്. അതിനൊരു പ്രത്യേകമായ സാഹചര്യമുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. അവർ തമ്മിൽ ആദരവിനും ബഹുമാനത്തിനും കുറവൊന്നുമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവറുകൾ സദഖത്ത് മുസ്ലിയാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇനി അതിന്റെ ശേഷം സെക്രട്ടറിമാർ എന്ന് പറഞ്ഞുകൊണ്ട് PB മുഹമ്മദ് മുസ്ലിയാർ 1, 2 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, 3 പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, 4 EK അബൂക്കർ മുസ്ലിയാർ എന്ന് കാണാം. ഇത് 1985 സ്മരണികയാണ്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, അബദ്ധമുണ്ടെങ്കിൽ തിരുത്തണം. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു പോയിരുന്നു. ഞാൻ ഈ സ്മരണികയിൽ കണ്ടത് നോക്കി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ, എനിക്ക് പൂർണ്ണമായിട്ടില്ല, പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, മറിച്ച് വൈസ് പ്രസിഡന്റും അതുപോലെ പ്രസിഡന്റുമായിട്ടാണ് സേവനം ചെയ്തത് എന്നാണ്. സമസ്തയുടെ സ്മരണികയിലാണെങ്കിലും തെറ്റാണെങ്കിൽ തിരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റുകളെ അവലംബിക്കേണ്ടതില്ല, അത് അദബുകളല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആളുകൾക്ക് ശരിയായ ഇൽമു ലഭിക്കണം. ഇൽമു ലഭിക്കാതിരിക്കുമ്പോൾ ആളുകളെ പലരും ചൂഷണം ചെയ്യും. അങ്ങനെയാണ് വ്യാജ ത്വരീഖത്തുകാരും അതുപോലെ തന്നെ ചൂഷണക്കാരുമൊക്കെ ചൂഷണം ചെയ്യുന്നത്. അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയാണ്. ഒരാളൊരു നിസ്കാരത്തിൽ ഒരാളെ തുടർന്നു. അങ്ങനെ 4-ാമത്തെ റക്അത്ത് കഴിഞ്ഞു, 5-ാമത്തെ റക്അത്തിലേക്ക് ഇമാം എഴുന്നേറ്റ് പോയി. എന്താ ചെയ്യാ? അവിടെ 2 വഴിയാണ്. ഒന്നുകിൽ നമ്മൾ അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് ഇമാമിനെ കാത്തുക്കുക, നമുക്ക് വേഗം തിരക്കിട്ട് പോകേണ്ടിയുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്നാ ഇമാമിനെ വിട്ടുപിരിയാം. അപ്പൊ ഇമാമിനെ വിട്ടുപിരിയുമ്പോ ഇമാം ആരാ? ഇമാം സ്വന്തം ഉസ്താദാ. ആയിക്കോട്ടെ, ഉസ്താദാണെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം 5-ാമത്തേൽ പോയത് കൊണ്ടാണ്. 5-ാമത്തേൽ പോയപ്പോൾ വിട്ടുപിരിഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോ അതെങ്ങനെ ഉസ്താദിനെ വിട്ടുപിരിയ എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇൽമുണ്ടെങ്കിൽ എവിടെയും ഒരു കുഴപ്പവും വരാനില്ല. പക്ഷേ അതിന്റെ പേരിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഉസ്താദിനെ അല്ലെങ്കിൽ ഇമാമിനെ ചീത്ത വിളിക്കാനോ കുറ്റം പറയാനോ ഒന്നും പാടില്ല. എന്നാൽ ചിലര് വിട്ടുപിരിഞ്ഞു, ചിലര് വിട്ടുപിരിയാതെ ആ ഇമാമിന്റെ കൂടെ തന്നെ അത്തഹിയ്യാത്തിൽ അവിടെ ഇരുന്ന് അദ്ദേഹം വന്നതിന് ശേഷം സലാം വീട്ടി പിരിയാണെന്ന് നോക്കുക. അവരെയും കുറ്റം പറയാൻ പാടില്ല, അവരിങ്ങോട്ടും പറയാൻ പാടില്ല. അങ്ങനെയല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ഫിഖ്ഹിന്റെ നിയമം?